ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. യെസ്, ഐ ആം ഹിയർ. നമ്മളപ്പം MLTൻ്റെ ചാപ്റ്റേഴ്സ് JLA എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ക്ലിനിക്കൽ പത്തോളജിയിൽ യൂറിൻ അനാലിസിസ് വരെ എടുത്ത് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് അതിൻ്റെ ബാക്കി നമ്മൾക്ക് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷൻ്റെ ഒരു ഭാഗം ജസ്റ്റ് വായിച്ചു പോയാൽ മതി, ഇതിൽ നിന്നൊന്നും അറിയാനില്ല. എന്നാലും നമ്മളൊന്ന് നിങ്ങളൊന്ന് ഓർക്കാൻ കൂടി വേണ്ടിയിട്ട് പറയാണ്. അപ്പം നമ്മൾ പ്രോട്ടീൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു ഹീറ്റ് ആൻഡ് അസ്റ്റിക് ആസിഡ് മെത്തേഡ് യൂറിനിൽ. എങ്ങനെയാണ് നമ്മൾ യൂറിൻ സാമ്പിൾ എടുക്കുന്നു, അതിനെ ക്ലിയർ ചെയ്യുന്നു, സെൻട്രിഫ്യൂജ് ചെയ്യുന്നു, ക്ലിയർ ചെയ്യുന്നു. എന്നിട്ട് ആ ക്ലിയർഡ് ആയിട്ടുള്ള ഭാഗം എടുത്തിട്ട് നമ്മൾ നേരെ ടെസ്റ്റ് ട്യൂബിലേക്ക് ഒഴിക്കുന്നു. ആ ടെസ്റ്റ് ട്യൂബ് ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് ഫ്ലെയിമിൽ ഇങ്ങനെ അപ്പർ പോർഷൻ ഇങ്ങനെ ചൂടാക്കും. ഓക്കെ, ടർബിഡിറ്റി ഉണ്ടാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആഡ് 1 to 2 drops ഓഫ് 3 to 5% അസ്റ്റിക് ആസിഡ് സൊല്യൂഷൻ. യൂറിൻ ടെസ്റ്റ് ട്യൂബിലെടുത്തു, നമ്മളിങ്ങനെ ചൂടാക്കുകയാണ്, ടർബിഡിറ്റി ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മളൊരു 3 to 5% അസ്റ്റിക് ആസിഡ്, അത് ഹീറ്റ് ആൻഡ് അസ്റ്റിക് ആസിഡ് എന്ന് ആദ്യം നമ്മൾ ഹീറ്റ് ചെയ്തു, പിന്നെ നമ്മൾ അസ്റ്റിക് ആസിഡ് ആഡ് ചെയ്യുന്നു അല്ലേ. സംടൈംസ് ടർബിഡിറ്റി മേ ബി ഡ്യൂ ടു ഫോസ്ഫേറ്റ് ഓർ കാർബണേറ്റ് precipitation. ഇഫ് ഇറ്റ് ഈസ് സോ, ദെൻ എന്ത് ചെയ്യും? ഗ്ലേഷ്യൽ അസ്റ്റിക് ആസിഡ് ക്ലിയർ അപ്പ് ദ ടർബിഡിറ്റി. അപ്പം ഈ ഫോസ്ഫേറ്റ് കൊണ്ടോ കാർബണേറ്റ് കൊണ്ടോ ഒക്കെ ഉണ്ടാവുന്നതാണെങ്കിൽ ഗ്ലേഷ്യൽ അസ്റ്റിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് ക്ലിയർ ആയി പോവും. പക്ഷേ പ്രോട്ടീൻ കാരണമാണെന്നുണ്ടെങ്കിൽ എന്താ ഈ പ്രസിപ്പിറ്റേഷൻ എന്താവൂല, it will be there after the addition of acetic acid. അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? വീണ്ടും നമ്മൾ റീബോയിൽ ചെയ്യും, എന്നിട്ടും പ്രോട്ടീൻ പ്രസൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ടർബിഡിറ്റി അവിടെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ടർബിഡിറ്റിനെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ നമ്മൾക്ക് റിസൾട്ടിൽ കൊടുക്കാൻ പറ്റും. അതായത് അവിടെ പ്രോട്ടീൻ ഇല്ല, അവിടെ ടർബിഡിറ്റി ഇല്ല എങ്കിൽ അത് നെഗറ്റീവ് എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി ട്രേസ് എന്നാണ് നമ്മൾ റിസൾട്ടിൽ എഴുതുക, ഒരു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു ക്ലൗഡിനെസ് അല്ലെങ്കിൽ ടർബിഡിറ്റി ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ അതിന് 1+, 2+, 3+, 4+, ഒന്ന് വായിച്ച് നോക്കിക്കോളൂ. ഡെഫിനിറ്റ് ക്ലൗഡ് വിത്തൗട്ട് ഗ്രാനുലാർ ഫ്ലോക്കുലേഷൻ, അതായത് വളരെ ലൈറ്റായിട്ടേ ഉള്ളെങ്കിൽ 1+ കൊടുക്കും. പിന്നെ ഹെവി അല്ലെങ്കിൽ ഗ്രാനുലാർ ക്ലൗഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2+ കൊടുക്കും. ഡെൻസ് ക്ലൗഡ് ആണെങ്കിൽ 3+, അതുപോലെ ഭയങ്കര കർഡി ആയിട്ടുള്ള പ്രസിപ്പിറ്റേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ 4+ കൊടുക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മൾ ആ ഒരു മെത്തേഡ്, ഹീറ്റ് ആൻഡ് അസ്റ്റിക് ആസിഡ് മെത്തേഡിൻ്റെ റിസൾട്ട് എഴുതുക. അടുത്തത് ബെനഡിക്ട് ടെസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഷുഗർ ടെസ്റ്റ് ആണ്. ഷുഗർ ഉണ്ടോ എന്ന് പറയുന്നത്. നമ്മൾ 5 ml ഓഫ് ബെനഡിക്ട് റിയേജൻ്റ് ആണ് നമ്മൾ ആദ്യം ടെസ്റ്റ് ട്യൂബിലോട്ട് എടുക്കുന്നത്. ഒരു 8 ഡ്രോപ്പ് യൂറിലും എടുക്കും. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇൻ കേസ് നമുക്ക് വല്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ വല്ലതും കൊടുക്കുകയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വല്ലതും കൊടുത്ത് പോയാൽ, അങ്ങനെയൊന്നും ചോദിച്ചിട്ടൊന്നും ഇല്ലടോ. പിന്നെ ഇപ്പോഴത്തെ PSCയുടെ ട്രെൻഡ് മൊത്തം മാറി വരുന്നുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഈ ടെക്സ്റ്റിലുള്ള പ്രൊസീജിയർ അല്ലേ, അതുകൊണ്ട്. Pipette 5 ml of Benedict reagent in a test tube. Add 8 drops of urine. Heat carefully over a flame for 1 to 2 minutes. ഒരു ഫ്ലെയിമിൽ ഇങ്ങനെ ചൂടാക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ 5 മിനിറ്റ് ബോയിലിംഗ് വാട്ടർ ബാത്തിൽ വയ്ക്കുക. എന്നിട്ട് തണുപ്പിക്കുക. കൂൾ അണ്ടർ ടാപ്പ് വാട്ടർ. അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. നമ്മൾ ഈ ചൂടാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഈ കളർ മാറി മാറി വരും. ഓക്കെ, അതിൻ്റെ എങ്ങനെയാണ് റിസൾട്ട് വരുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ബെനഡിക്ട് റിയേജൻ്റ് കളർ കോപ്പർ സൾഫേറ്റ് ഒക്കെയാണ് അതിൻ്റെ കണ്ടന്റ് വരുന്നത്. സോ ബ്ലൂ കളറാണ്, ഓർത്തിരിക്കുക. ആ കളർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ബെനഡിക്ട് റിയേജൻറ്റിൻ്റെ ബ്ലൂ കളറാണ്. അപ്പം നോ ചേഞ്ച് ഇൻ കളർ, അല്ലെങ്കിൽ ആ ബ്ലൂ കളർ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ എന്താണ്? ഷുഗർ അവിടെ ഇല്ല. ഇനി ഷുഗർ ഉണ്ടെങ്കിൽ, ഒരു ട്രേസ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഗ്രീൻ കളർ ആവും. പിന്നെ ഗ്രീൻ വിത്ത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. പിന്നെ യെല്ലോ, ഓറഞ്ച്, ബ്രിക്ക് റെഡ്. ഈ ഒരു ക്രമം ഓർത്തിരിക്കുക. ആദ്യം ബ്ലൂ ഗ്രീൻ ആവും, പിന്നെ ഗ്രീനിഷ് യെല്ലോ ആകും, പിന്നെ യെല്ലോ ആയി, ഓറഞ്ച് ആയി, അവസാനം ബ്രിക്ക് റെഡ് എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2% ഷുഗർ അവിടെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദെൻ നമ്മൾ പറഞ്ഞു റോദ്രാസ്, ജസ്റ്റ് ഇതൊക്കെ ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. പിന്നെ റോദ്രാസ് നൈട്രോപ്രസൈഡ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? കീറ്റോൺ ബോഡീസിനുള്ളതാണ്. അതിൻ്റെ പ്രൊസീജിയർ നോക്കാം. ട്രാൻസ്ഫർ അബൌട്ട് 5 ml ഓഫ് യൂറിൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അമോണിയം സൾഫേറ്റ്, സോളിഡ് അമോണിയം സൾഫേറ്റ് കുറച്ച് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതുമായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, സാച്ചുറേറ്റഡ് അമോണിയം സൾഫേറ്റ് സൊല്യൂഷനാക്കി മാറ്റും നമ്മുടെ യൂറിനെ. ആഡ് എ പിഞ്ച് ഓഫ് സോഡിയം നൈട്രോപ്രസിഡ് ഓർ 2 to 3 ml ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ അത്രയും. ഓക്കെ, നമ്മൾ എന്നിട്ട് ആഡ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് സംഭവിക്കും? ഒബ്സർവ് പർപ്പിൾ റിംഗ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് 2 layers. ഓക്കെ, അത് നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് മിക്സ് വെൽ ആൻഡ് ആഡ് ലിക്വിഡ് അമോണിയം കൂടെ ആഡ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്തു? അമോണിയം സൾഫേറ്റ് നമ്മൾ കുറച്ച് ആഡ് ചെയ്തു, സോഡിയം നൈട്രോപ്രസൈഡ് കുറച്ച് ഒഴിച്ചു. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ സൈഡിലൂടെ ലിക്വിഡ് അമോണിയ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യും. ആ സമയത്ത് ഒബ്സർവ് ദ പർപ്പിൾ റിംഗ് അറ്റ് ദ ജംഗ്ഷൻ ഓഫ് 2 layers. ഓക്കെ, പർപ്പിൾ റിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ കീറ്റോൺ ബോഡീസ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അടുത്ത് വരുന്നത് ബൈൽ പിഗ്മെൻറ്റിനെ അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്, പൗച്ചസ് ടെസ്റ്റ് എന്ന് പറയും. അത് 5 ml ഓഫ് യൂറിൻ എടുക്കുന്നു. അടുത്ത ടെസ്റ്റ് നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ പറഞ്ഞതാണ്. ഏത് ടെസ്റ്റിൻ്റെ പേരൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ബൈൽ പിഗ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് പൗച്ചസ്. എങ്ങനെയാണ്? യൂറിൻ ഒരു 5 ml എടുക്കുന്നു. 2 ml ഓഫ് ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തിട്ട് നമ്മളതിന് മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു ഫിൽട്ടർ പേപ്പറിലോട്ട് ഈ മിക്സ് ചെയ്ത യൂറിൻ അരിച്ചു മാറ്റുന്നു. ഓക്കെ, ഫിൽട്ടർ പേപ്പറിൽ എന്ത് ചെയ്യും? ഒരു പാട് അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? വെറ്റ് ആവുമല്ലോ യൂറിൻ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോഴത്തേക്ക്. എന്നിട്ട് അതിനെ ഡ്രൈ ചെയ്യുക. എന്നിട്ട് 1 to 2 drops
ഓഫ് പൗച്ചസ് റിയേജൻറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ പ്രസിപ്പിറ്റേറ്റിലോട്ട് അതായത് ആ ഫിൽറ്റർ പേപ്പറിലോട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഗ്രീൻ ഓർ ബ്ലൂ കളർ വരികയാണെന്നുണ്ടെങ്കിൽ ബിലിറൂബിൻ അല്ലെങ്കിൽ ബൈൽ പിഗ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ബൈൽ സാൾട്ട് ഹെയ്സ് ടെസ്റ്റ്. വളരെ സിമ്പിളാണ്. ഇച്ചിരി യൂറിൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു, അതിൻ്റെ മുകളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യും എന്ത്, സൾഫർ പൗഡർ. ഓക്കെ, എന്നിട്ട് നോക്കും സൾഫർ പൗഡർ എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ബൈൽ സാൾട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സിങ്കിങ് ഓഫ് സൾഫർ പൗഡർ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് ബൈൽ സാൾട്ട്. ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ. പിന്നെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മൾ യൂറിൻ എടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സെഡിമെൻ്റ് എടുത്ത് ഗ്ലാസ് സ്ലൈഡിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കുക എന്നുള്ളതാണ് എന്തെന്ന് ചെയ്യുന്നത്, നമ്മുടെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷനകത്ത്. സിമ്പിളാണ്, പഠിച്ചിരിക്കാൻ സിമ്പിളാണ്. പിന്നെ യൂറിൻ പ്രഗ്നൻസി കാർഡ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. അതെന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കാർഡ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജസ്റ്റ് 3 drops ഓഫ് യൂറിൻ ത്രൂ ദ സാമ്പിൾ വിൻഡോ യൂസിങ് ഡ്രോപ്പർ പ്രൊവൈഡഡ്. അതിനകത്തുള്ള ഡ്രോപ്പർ വെച്ചിട്ട് നമ്മൾ യൂറിൻ ഒഴിച്ച് നോക്കുന്നു, ടെസ്റ്റ് റിസൾട്ട് അറിയുന്നു. അതൊക്കെ അത്രേ ഉള്ളൂ. ശരി, നമ്മുടെ ഇത്രയും ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ടെസ്റ്റ് പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പൗച്ചസ് ടെസ്റ്റിൻ്റെയൊക്കെ ഒരു കണ്ടൻറ്റ് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. അതിൽ നമ്മൾ ഈ ടെസ്റ്റിൽ അത് കണ്ടുപോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത സമയത്ത് ഈ ഒരു റിയേജൻറ്റിൻ്റെ കണ്ടൻറ്റ്സ് ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഞാൻ എന്തെങ്കിലും ആക്ച്വലി ഞാൻ മറന്നുപോയി, എന്താണ് എന്തെങ്കിലും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ക്ലാസ് എടുത്ത സമയത്ത് ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എനിക്ക് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ഞാൻ നോക്കി പറയാം എന്ന് പറഞ്ഞത്. ഞാൻ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൻ്റെ ഞാൻ പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. യെസ്, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ട് തരാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പം ഞാൻ ആ ടോപ്പിക്കായിട്ട് മാത്രം എടുക്കുന്നതായിരിക്കും. ഇപ്പം സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു പോകാം. അടുത്ത വരുന്നത് സ്പ്യൂട്ടം എക്സാമിനേഷൻ ആണ്. സ്പ്യൂട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്കറിയാമല്ലോ. കഫം നമ്മൾ മലയാളത്തിൽ പറയും എന്താ, നമ്മൾ ചുമച്ച് തുപ്പി എടുക്കുന്ന നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ലോവർ പാർട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന എന്താണ്, മ്യൂക്കസ് ആണ് സ്പ്യൂട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്തുള്ള സലൈവയായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഇതൊന്നും, അല്ലെങ്കിൽ നേസോ ഫാരഞ്ചൽ സെക്രീഷൻസ്, ഇതൊന്നും എന്തല്ല, സ്പ്യൂട്ടം അല്ല. സ്പ്യൂട്ടം എക്സാമിനേഷന് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളിങ്ങനെ കഫം നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. യെസ്, അപ്പോൾ അതാണ് സ്പ്യൂട്ടം എന്ന് പറയുന്നത്. ജസ്റ്റ് വായിച്ചേക്കാം. സ്പ്യൂട്ടം ഈസ് മച്ച് ദാറ്റ് എന്താണ്, സ്പ്യൂട്ടം ഈസ് മ്യൂക്കസ് ദാറ്റ് ഈസ് കഫ്ഡ് അപ്പ് ഫ്രം ദ ലോവർ എയർവേസ് ഓഫ് ദ റെസ്പിറേറ്ററി ട്രാക്ട്. അതായത് ലങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ. ഞാൻ പറഞ്ഞല്ലോ, സലൈവ അല്ലെങ്കിൽ നേസോഫാരഞ്ചൽ സെക്രീഷൻസ് എന്നൊന്നും പറയുന്നത് സ്പ്യൂട്ടത്തിൻ്റെ പാർട്ടേ അല്ല. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ്, മൈക്രോബയോളജിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടും, അതായത് ഈ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട്. ഓക്കെ, യെസ്, റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെയാണ് ക്യാൻസർ ഉണ്ടോ എന്നുള്ള സൈറ്റോളജിക്കൽ സ്റ്റഡീസിനൊക്കെയാണ് സ്പ്യൂട്ടം സാധാരണ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഒരു പ്യുറുലൻ്റ് സാമ്പിൾ അല്ലെങ്കിൽ നല്ലൊരു സാമ്പിൾ, അതായത് സ്പ്യൂട്ടത്തിൻ്റെ നല്ലൊരു സാമ്പിൾ എന്താ ഉണ്ടാവുക, പസ്സായിരിക്കും ഉണ്ടാവുക. ഈ പസ്സിൽ തന്നെ എന്തൊക്കെയുണ്ടെന്നറിയാമോ, വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടാവും, സെല്ലുലാർ ഡെബ്രിസ് ഉണ്ടാവും, ഡെഡ് ടിഷ്യൂസ് ഉണ്ടാവും, സെറസ് ഫ്ലൂയിഡ് ഉണ്ടാവും, വിസ്കസ് ലിക്വിഡ് അതായത് മ്യൂക്കസ്, ഇതിങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് ഒരു പ്യുറുലൻ്റ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ. അല്ല നമ്മൾ തുപ്പൽ കൊണ്ട് കൊടുത്തരാം. അതായത് ചിലർ കഫം എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൂടുതൽ സലൈവ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് പറയും, റിപ്പീറ്റായിട്ട് വീണ്ടും വേണം എന്ന് പറയും അല്ലേ. യെസ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക, പ്യുറുലൻ്റ് ആയിട്ടുള്ള സാമ്പിൾ, അതായത് ആ ഒരു പസ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സാമ്പിൾ സ്പ്യൂട്ടം സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി കളക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഏർലി മോർണിംഗ് സാമ്പിളാണ് നമുക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇനി നമ്മളുടെ ക്ഷയരോഗം അല്ലെ, ട്യൂബർകുലോസിസ് ആണ് നമുക്ക് ഡയഗ്നോസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ കോൺസിക്യൂട്ടീവ് 3 days അടുപ്പിച്ച് 3 ദിവസങ്ങളിലെ സാമ്പിൾ നമ്മൾ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, എങ്ങനെയാണ്, വൈഡ് മൗത്ത്ഡ് ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സിലായിരിക്കണം നമ്മൾ സാമ്പിൾ എടുക്കുന്നത് അല്ലേ. യെസ്, ദെൻ ഫിസിക്കൽ എക്സാമിനേഷനിലോട്ട് പോവാണ്. നമ്മൾ പറഞ്ഞു ആൻഡ് ഏർലി മോർണിംഗ് സാമ്പിൾ, കളക്ഷൻ പറഞ്ഞു, ഏർലി മോർണിംഗ് സാമ്പിൾ ഒബ്റ്റൈൻഡ് ബൈ ഡീപ്പ് കഫ് ഈസ് പ്രിഫേർഡ് സാമ്പിൾ അല്ലേ. ഫോർ അനാലിസിസ് ഫോർ ദ ഡയഗ്നോസിസ് ഓഫ് ട്യൂബർകുലോസിസ് സാമ്പിൾ മേ ബി കളക്റ്റഡ് ഓൺ 3 consecutive days. Wide mouthed disposable containers are preferred for the collection of sputum sample. The patient should take a deep breath and empty his lungs in one breath and at the same time cough as hard and deeply as he can. ഇതൊക്കെ നമുക്കറിയാമല്ലോ. ആഞ്ഞ് ചുമച്ച് ശ്വാസം എടുത്തിട്ട് ആഞ്ഞ് ചുമച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കഫം വലിച്ചെടുക്കുക. വാട്ട് എവർ ഹി ബ്രിങ്സ് അപ്പ് ബൈ കഫിങ് ഷുഡ് ബി സ്പിറ്റ് ഇൻ ടു ദ കണ്ടെയ്നർ ആൻഡ് കളക്റ്റഡ്. അത്രയേ ഉള്ളൂ. എന്നിട്ട് അത് പറ്റത്തില്ലേ വീണ്ടും എടുത്തുകൊണ്ട് വരാൻ പറയും അല്ലേ. അനുഭവമൊക്കെ ഉണ്ടാവുന്നവരുണ്ടാവുമല്ലോ. ദെൻ ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ എന്താ നോക്കുക, ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കളർ, അപ്പിയറൻസ്, കൺസിസ്റ്റൻസി ഇതൊക്കെ തന്നെയായിരിക്കും നോക്കുന്നത്. സാധാരണ നോർമലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പെയിൽ യെല്ലോ കളറാണ്. ഓക്കെ,
പെയിൽ യെല്ലോ കളറാണ് പറയുന്നത്. പിന്നെ നോർമൽ സ്പ്യൂട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് മ്യൂക്കോയിഡ് മെറ്റീരിയൽസ് ആണ്, അതായത് മ്യൂക്കസ് തന്നെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. നമ്മുടെ ഈ ഒരു എന്താ പറയുക കളറ് റെഡ് വരിക എന്താണ് പൾമണറി ട്യൂബർകുലോസിസ് ആണ് എന്നുണ്ടെങ്കിൽ, പൾമണറി ട്യൂബർകുലോസിസ് എന്തായിരിക്കും റെഡ് വരാൻ കാരണം? RBC പ്രസൻ്റ് ആയതുകൊണ്ടാണ്. അതിനെ നമ്മൾ ഹീമോടൈസിസ് എന്ന് പറയും. അത് ചോദിച്ചിട്ടുണ്ട് ഹീമോടൈസിസ് എന്താണെന്ന്, സ്പെല്ലിംഗ് കൂടെ നോക്കി വെച്ചോളൂ. HAEMOPTYSIS ഹീമോടൈസിസ് എന്നാണ് പറയുക. അത് അങ്ങനെ ഞാൻ പറയാം, നിങ്ങൾക്ക് വായിക്കാൻ വേറെ ആക്സെൻ്റ് ഉള്ളവർ അങ്ങനെ വായിക്കുക. ഓക്കെ, റെഡ് കളറാണ് ഉണ്ടാവുക. പിന്നെ വരുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് യെല്ലോ വരും ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ. ബ്രൗൺ ആണെങ്കിൽ ന്യൂമോണിയ. അപ്പോൾ ന്യൂമോണിയ പേഷ്യൻ്റ് ആണെങ്കിൽ ബ്രൗൺ ആയിരിക്കും. ഡാർക്ക് യെല്ലോ ഭയങ്കര മഞ്ഞിപ്പായിരിക്കും എവിടെ ബ്രോങ്കൈറ്റിസ്. ഓക്കെ, അതോർത്തിരിക്കാം. യെസ്, പിന്നെന്താ പറയാനുള്ളത്? Normal sputum is viscous due to the presence of mucus, purulent in case of bronchitis or acute upper respiratory tract infection, frothy in pulmonary edema. ഓക്കെ, നോർമലി എന്താണ് ഓരോ കണ്ടീഷനിലും മ്യൂക്കസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്, അല്ലെ സ്പ്യൂട്ടം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആക്ച്വലി ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിനുള്ളതേ ഉള്ളൂ. ഇതിന് നമുക്ക് വൺവേർഡ് ആയിട്ടൊന്നുമില്ല. ഒന്നോർത്തിരിക്കുക, പെയിൽ യെല്ലോ എന്താണ് നോർമൽ കളറാണ്, റെഡ് വന്നാൽ പൾമണറി ട്യൂബർകുലോസിസ് ആണ്, ബ്രൗൺ വന്നാൽ ന്യൂമോണിയയും, അതുപോലെ ബ്രോങ്കൈറ്റിസ് ആണെങ്കിൽ ഭയങ്കര ഡാർക്ക് യെല്ലോ ഭയങ്കര മഞ്ഞ കളറുമായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ഹീമോടൈസിസ് ആണെങ്കിലാണ് ഈ റെഡ് കളർ വരുന്നത്, അതായത് എന്താണ് ബ്ലഡ് ഇൻ സ്പ്യൂട്ടം ആണെന്നുള്ള ഒരു കണ്ടീഷനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ, ഇത്രേ പറയാനുള്ളൂ. പിന്നെന്താ, അതായത് ആ ഒരു സെക്കൻഡ് ലൈൻ ഉണ്ടല്ലോ, നോർമൽ സ്പ്യൂട്ടം ഈസ് വിസ്കസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മ്യൂക്കസ്, purulent in case of bronchitis or acute upper respiratory tract infection, ഫ്രോത്തി പതഞ്ഞതായിരിക്കും, ഇൻ പൾമണറി എഡിമ. ഈ കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. പിന്നെ അങ്ങനെ സിംഗിളായിട്ടൊന്നും ചോദിച്ചു ഇന്ന കണ്ടീഷനിൽ ഇങ്ങനെയാണ് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇൻ കേസ് വന്നാലോ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, അത് മാത്രം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. യെസ്, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. പ്രധാനമായിട്ട് നമ്മുടെ സ്പ്യൂട്ടം സാമ്പിളിൽ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ നടത്തുന്നത് TB ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ്. സ്റ്റേൻഡ് സ്മിയർ ആയാലും അൺസ്റ്റേൻഡ് സ്മിയർ ആയിട്ടായാലും നമ്മൾ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ് പൊതുവേ സ്പ്യൂട്ടത്തിൽ ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റെയിനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഇസഡൻ സീൽ നീൽസൺ സ്റ്റെയിനിങ് ആണ് നമ്മൾ പൾമണറി ട്യൂബർകുലോസിസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുക. പിന്നെ ഗ്രാം സ്റ്റെയിൻ ചെയ്യും, മറ്റുള്ള ബാക്ടീരിയ സച്ചസ് ഏതാണ് ന്യൂമോകോക്കൈ, ഹീമോഫിലസ്, സ്റ്റെഫൈലോകോക്കസ് ഇതിനെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഗ്രാം സ്റ്റെയിൻ നമ്മൾ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റെയിൻഡ് ആൻഡ് അൺസ്റ്റേഡ് സ്മിയേഴ്സ് ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് എന്തൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പസ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്, RBC, മാലിഗ്നന്റ് സെല്ല്, കാഷ്മാൻ സ്പൈറൽ, ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റൽസ് എക്സെട്ര ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റൽസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് സാമ്പിളിലാണ് ഉള്ളതെന്ന്, അത് സ്പ്യൂട്ടം സാമ്പിളിലാണോ നിങ്ങൾ ഓർത്തിരിക്കണേ. ഇനി നമുക്ക് പറയാനുള്ളത് ഇസഡൻ സ്റ്റെയിൻ്റെ ആ ഒരു മെത്തേഡാണ്. എങ്ങനെയാണ് നമ്മൾ ആദ്യം ഈ പുരുളൻ്റ് പോർഷൻസ്, നമ്മുടെ സ്പ്യൂട്ടത്തിൻ്റെ പുരുളൻ്റ് പോർഷനിൽ നിന്ന് കുറച്ച് സാമ്പിൾ എടുത്തിട്ട് ഒരു സ്മിയർ ഉണ്ടാക്കും, അത് ഹീറ്റ് ഫിക്സ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഇസഡൻ സ്റ്റെയിൻ സീൽ നീൽസൺ സ്റ്റെയിനിങ് നടത്തും, എയർ ഡ്രൈ ചെയ്യും, എന്നിട്ട് നമ്മൾ ഓയിൽ ഇമേഴ്ഷനിൽ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ നമ്മൾ നോക്കുന്നത്, ഫോർ ദ പ്രസൻസ് ഓഫ് റെഡ് കളേർഡ് റോഡ് ഷേപ്ഡ് ഓർഗാനിസം ഇൻ എ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട്. ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് കളർ റോഡ് ഷേപ്പ് ഓർഗാനിസം ഉണ്ടോ നോക്കും. എന്നിട്ട് അത് നോക്കിയിട്ട് നമ്മൾ ഗ്രേഡ് ചെയ്യും. 1+ to 4+ ആണ് നമ്മുടെ റിപ്പോർട്ടിൽ നമ്മൾ ഗ്രേഡ് ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്പ്യൂട്ടം അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും സ്പ്യൂട്ടം അനാലിസിസിൽ നിങ്ങൾ ഈ ചാർക്കോൾ ലേഡൻ ക്രിസ്റ്റൽ ഓർത്തിരിക്കുക, ഇസഡൻ സ്റ്റെയിനിങ് ഓർത്തിരിക്കുക, പിന്നെ TB ട്യൂബർകുലോസിസ് ആണ്, പൾമണറി ട്യൂബർകുലോസിസ് ആണ് മെയിനായിട്ട് ഇതുമായിട്ട് നമ്മുടെ സ്പ്യൂട്ടം സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസീസ് എന്ന് പറയുന്നത്. കളർ ഓർത്തിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസ് ഒന്നും കാണാറില്ല ഞാൻ, ആരെങ്കിലും വീഡിയോസ് എന്താ പറയുക ഫുൾ കാണുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. ഓക്കെ, കമൻസ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത്രയൊക്കെ തന്നെ. താങ്ക്